खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദിസ് വീക്ക് വിത്ത് ഹുസൂറിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആഴ്ചത്തെ ഹുസൂറിൻ്റെ തിരക്കുകളെക്കുറിച്ചുള്ള ഹൈലൈറ്റ്സുകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൽ ഖുദാം USA ഒരു മുലാഖാത്തും അതുപോലെ തന്നെ ജൽസാന ഖാദിയാൻ്റെ സമാപന പ്രഭാഷണവും, അതുപോലെ തന്നെ ജാനറ്റ് ഡേവീസ് ഹൈ ഷെറീഫ് സൗത്ത് ഗ്ലാമോർഗൻ കൺട്രിയുമായുള്ള ഇൻ്റർവ്യൂവും ഉൾപ്പെടുന്നു. ആദ്യമായി നമുക്ക് തുടങ്ങുന്നത് കൂടിക്കാഴ്ചയുമായാണ്. ഹസരത്ത് ഖലീഫ സി അയ്യദുള്ള താല ബിൻ അസീസ് USA ഖുദാമിങ്ങൾക്കുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. കഴിഞ്ഞ തിങ്കളാഴ്ച വെർജീനിയ USA ഖുദാമിങ്ങൾ ഹുസൂറുമായി ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള സൗഭാഗ്യം കരസ്ഥമാക്കുകയുണ്ടായി. ഖുദ്ദാമ് പ്രത്യേകിച്ച് ഈ ഹുസൂറുമായി കാണാനും ഹുസൂറിൻ്റെ പിറകിൽ നമസ്കരിക്കാനും മീറ്റിംഗ് നടത്താനും ഇസ്ലാമാബാദ് UK വെച്ച് മീറ്റിംഗ് നടത്താൻ വേണ്ടിയാണ് യാത്ര ചെയ്തത്. ഈ മീറ്റിങ്ങിൽ വിവിധ തരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും തങ്ങളെ പരിചയപ്പെടുത്താനും ഖാദിമീങ്ങൾക്ക് തൗഫീക്ക് ലഭിച്ചു. പ്രിയപ്പെട്ട ഹുസൂർ, ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ജമാഅത്തിൻ്റെ പുസ്തകങ്ങൾ എങ്ങനെ വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഞാൻ എന്തിനാണ് മുൻഗണന നൽകേണ്ടത്? ദിവസത്തിൽ എത്ര മണിക്കൂർ ഉള്ളത്? 24 മണിക്കൂർ അല്ലേ? ആ 24 മണിക്കൂറിൽ 6 മണിക്കൂറാണ് ഉറങ്ങുന്നത്. 6 മണിക്കൂർ ധാരാളമല്ലേ? 2 മണിക്കൂർ ഭക്ഷണത്തിനും തിന്നാനും കുടിക്കാനും 8 മണിക്കൂറായില്ലേ? നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല നിലയിൽ സമാധാനത്തോടെ നമസ്കരിക്കുകയാണെങ്കിലും 2 മണിക്കൂർ മതി. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നതെന്ന് എനിക്കറിയാം, കാരണം തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് നമസ്കാരം തീർക്കുന്നതായിരിക്കും. മനസ്സാന്നിധ്യത്തോടെ ആണെങ്കിൽ 2 മണിക്കൂർ ധാരാളം. അങ്ങനെ 10 മണിക്കൂറായില്ലേ? ഓക്കെ. ബാക്കിയുള്ളത് 14 മണിക്കൂറാണ്. 24 മണിക്കൂർ യൂണിവേഴ്സിറ്റിയിൽ പോകാനും വരാനും കമ്മ്യൂട്ടിന് വേണ്ടിയുള്ള പോക്ക് വരാനുള്ള അരമണിക്കൂർ മതിയല്ലേ? ആ അരമണിക്കൂർ പോകാനും അരമണിക്കൂർ വരാനും 1 മണിക്കൂർ അങ്ങനെ കണക്കാക്കാം. യൂണിവേഴ്സിറ്റിയിൽ 6 മണിക്കൂറാണല്ലോ പരമാവധി ഉള്ളത്. അത് ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുശേഷം 2-3 മണിക്കൂർ എക്സ്ട്രാ പഠിക്കും, വായിക്കും. അപ്പോൾ എത്രയായി? 6ഉം 3ഉം 9, 1 10 മണിക്കൂർ അവിടെ ആയില്ലേ? ഇനി ബാക്കി 4 മണിക്കൂറുണ്ട്. ആ 4 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ലേ? സുബഹി നമസ്കരിക്കാറില്ലേ? നമസ്കാരത്തിന് ശേഷം 3-4 റുക്കൂ ഖുർആൻ തിലാവത്ത് ചെയ്യുക. അപ്പോൾ തന്നെ സമയമുണ്ടെങ്കിൽ 15-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ പുസ്തകം വായിക്കുക. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ശീലമുണ്ടാക്കുക. അരമണിക്കൂർ ജമാഅത്തിൻ്റെ ഏതെങ്കിലും സാഹിത്യം, ഏതെങ്കിലും പുസ്തകം വായിക്കണം എന്നുള്ളൊരു ശീലം ഉണ്ടാക്കുക. മസീഹ് ഗ്രന്ഥമാകട്ടെ, അല്ലെങ്കിൽ ഹദീസാകട്ടെ, അല്ലെങ്കിൽ ഖുർആൻ്റെ തഫ്സീറാകട്ടെ. അങ്ങനെ നിങ്ങൾ വായിക്കുമ്പോൾ സമയം കിട്ടുന്നതാണ്. സമയം വേണമെങ്കിൽ കിട്ടുന്നതാണ്. എല്ലാം ക്ഷീണിച്ചു പോയി, പഠിച്ച് ക്ഷീണിച്ചു പോയി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഭൗതികതയായി മാറും. ദീനിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിലും പല ഖുത്ബകളിലും പറഞ്ഞു, ഇതേ വിഷയമാണല്ലോ പറഞ്ഞത്. ഞാൻ എന്താണ് പറഞ്ഞതിൽ? നിങ്ങളുടെ മുൻഗണന എപ്പോഴും നിങ്ങൾ ഒരു ക്രമം ഉണ്ടാക്കണം, പ്രിഫറൻസ് ഓർഡർ ഉണ്ടാക്കണം, അതിന് ചാർട്ട് ഉണ്ടാക്കണം. വഖഫ് ജിന്ദഗി നമ്മളുടെ ജീവിതം നമ്മുടെ റെഗുലേറ്റ് ചെയ്യണം, ക്രമീകരിക്കണം. എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? അത് നമ്മൾക്ക് ഒരു പ്ലാന് വേണം, അതിന് വേണ്ടിയുള്ളൊരു പദ്ധതി വേണം. ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ, ഓർഗനൈസ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സമയം കിട്ടും. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അത്ര മതി. പിന്നെ അതിന് നിങ്ങൾ താല്പര്യം കൂടിയാൽ നിങ്ങൾ കൂടുതൽ വായിക്കാം. അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ ഖുദാമുൽ അഹമ്മദിയുടെ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ നിങ്ങൾക്ക് പുസ്തകം വായിക്കാനും ലിറ്ററേച്ചർ വായിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദീനീ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അത് താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാണ്, ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ജസാക്കല്ലാ. പ്രിയപ്പെട്ട ഹുസൂർ, ഞാൻ മൗലാന അത്താല്ല കലീം സാഹിബിൻ്റെ പൗത്രനാണ്.
ഹുസൂറിന് അദ്ദേഹവുമായുള്ള എന്തെങ്കിലും അനുഭവം പങ്കുവയ്ക്കാമോ? എങ്ങനെയാണ് അദ്ദേഹത്തെ എനിക്ക് പിന്തുടരാൻ പറ്റുക, അങ്ങനെ ഇസ്ലാമിനെ അമാത്യത്തിന് സേവിക്കാനാകുക? അദ്ദേഹത്തോടൊപ്പം ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടില്ല, പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല. കുറച്ച് സമയം ഗാനയിൽ ചെലവഴിച്ചിട്ടുണ്ട്, ശരിയാണ്. ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ച് അവിടെ നിന്നും പോയിരുന്നു. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്. വളരെയധികം ഡിവോട്ടഡ് ആയിട്ടുള്ള, ആത്മാർത്ഥനായിട്ടുള്ള വഖഫ് ജിന്ദഗിയായിരുന്നു, ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു പൂർണ്ണമായും. എങ്ങനെയാണെന്ന് വെച്ചാൽ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ജർമ്മനിയിലും പിന്നീടുണ്ടായിരുന്നു. എല്ലായിടത്തും വളരെ നല്ല നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ കേട്ടത്, പ്രത്യേകത ദിവസവും തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടായിരുന്നു, ജമാഅത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടായിരുന്നു. ഒരു ഉറച്ച വിശ്വാസം വേണം. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിൽ അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ, അപ്പോൾ അള്ളാഹുവിൽ ദുആ ചെയ്യുന്നു, അള്ളാഹുവിന് ദുആ ചെയ്യുന്നു, നിങ്ങളെ നന്നാക്കാൻ, നിങ്ങൾക്ക് ഭക്തിയുള്ളവരാക്കാൻ, ജമാഅത്തിനെ സേവിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആത്മാർത്ഥത വേണം. അപ്പോൾ അള്ളാഹുവിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യുമ്പോൾ അള്ളാഹു സഹായിക്കും. ഓക്കെ, അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, എന്ത് സാഹചര്യമായാലും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു അവിടെ. ആ ദിവസങ്ങളിൽ ഗാനയിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടായിരുന്നു, അത് വർദ്ധിച്ചു വരികയായിരുന്നു, ഡിറ്റോറിയേറ്റിംഗ് ആയി വന്നിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും പരാതിയോ പരിഭവവും ഉന്നയിച്ചില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ചിരിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. സുസ്മേരവദനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ തവക്കുലായിരുന്നു, ഭരമേൽപ്പിക്കലായിരുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. നിങ്ങൾ അതുകൊണ്ടാണ് ഇവിടെയുള്ളത്, ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ വിദ്യാസമ്പന്നരാണ്. അള്ളാഹുവിൽ തവക്കുലുണ്ടാകുക, നമസ്കരിക്കുക, ദുആകൾ ചെയ്യുക, അതുപോലെ തന്നെ നല്ല ശക്തമായിട്ടുള്ള ഒരു അടിയുറച്ച വിശ്വാസം. നിങ്ങൾ എന്തെങ്കിലും കാര്യം ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യുക, അപ്പോൾ എല്ലാം തന്നെ നടക്കുന്നതാണ്, സംഭവിക്കുന്നതാണ്. ഈ ഗുണങ്ങളൊക്കെ തന്നെയായിരിക്കും ഒരു അഹമ്മദിക്കുണ്ടാകേണ്ടത്. ജസാക്കല്ലാഹ്. എനിക്ക് റീജിയണൽ നാസിം വക്കാറമ്മലായിട്ട് സേവനം അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഖാദിമികളുണ്ട്, അവർക്ക് കഠിനാധ്വാനം അല്ലെങ്കിൽ കൈകളിൽ കറ പുരളുന്ന പണിയിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരോട് കൈ വൃത്തികേടാകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലേ? അതെ, ചില ഖാദിമികളുണ്ട്, വക്കാറമലിൻ്റെ ആത്മാവ് അവരിൽ എങ്ങനെ സംജാതമാക്കാം. എന്നാൽ ചോദ്യം ഇംഗ്ലീഷിൽ പറയാറുണ്ട്, എന്താണ് വക്കാറമൽ എന്താ പറയുന്നത്? ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നാണ്, അധ്വാനത്തിൻ്റെ മഹത്വം എന്നാണ് അതിൻ്റെ പേര് വന്നത്. അവരോട് പറയുക, ഇത് നിങ്ങളുടെ മന്ദസ്സാണ്, നിങ്ങളുടെ മഹത്വമേറിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തി, അതുപോലെ തന്നെ വൃത്തി ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹിനേക്കാളും വലിയ വൃത്തി, ഹൈജീനിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. യുദ്ധത്തിൻ്റെ സന്ദർഭം നോക്കുക, അവിടെ കിടങ്ങ് കുഴിക്കാൻ വേണ്ടി സ്വയം അധ്വാനിക്കുമായിരുന്നു, കുഴി കുഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ കല്ലുകൾ ഭാരമേറിയത് എടുത്തു കൊണ്ട് പോകുമായിരുന്നു. മേലാസകലം മണ്ണ് പുരളുമായിരുന്നു. ഷർട്ടിലും തലയിലും മുടിയിലും ഒക്കെ തന്നെ മണ്ണ് പുരളുമായിരുന്നു. അവരോട് പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ മുസ്ലിങ്ങളല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരേണ്ടവരല്ലേ? ഓക്കെ, അതുകൊണ്ട് ജമാഅത്തിന് ഏത് തരത്തിലുള്ള സേവനത്തിലും അന്തസ്സുണ്ട്. ജമാഅത്തിന് സ്വന്തമായി ചെയ്യുന്നു, ജമാഅത്തിന് വേണ്ടി ചെയ്യുന്നു, സ്വന്തമായും ചെയ്യുന്നു. രണ്ടിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം നന്നാകും, മെച്ചപ്പെടും. ഓക്കെ, അതുകൊണ്ട് ആരോഗ്യത്തിനും കഠിനാധ്വാനം നല്ലതാണ്. നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഫലമുണ്ടാകും. ജസാക്കല്ലാഹ്. പ്രിയ ഹുസൂർ, ഞാൻ ഭാവിയിൽ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ല കാര്യം. ഹുസൂർ, എനിക്ക് മാർഗനിർദ്ദേശം നൽകുക. പഠനവും ജോലിയും അതോടൊപ്പം തന്നെ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാനും, ശക്തമായി ബന്ധം സ്ഥാപിക്കാനും, ഇഹഭാരങ്ങളിൽ വിജയം നേടാനും എന്താണ് ഉപദേശമുള്ളത്? ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നല്ലേ? ഒരുപാട് ഡോക്ടർമാരുണ്ടല്ലോ, ജമാഅത്തിലുമുണ്ട്. അവർ നമസ്കാരത്തിലും കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണ്. അതുപോലെ തന്നെ തഹജ്ജുദ് കൃത്യമായി നമസ്കരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അഹമ്മദി ഡോക്ടർമാർക്ക് ദീനീ സേവനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. ജമാഅത്തിൽ അങ്ങനത്തെ ഒരുപാട് ഡോക്ടറില്ലേ. ചിലർ വഖഫാണ്, വഖഫ് അല്ലാത്തവരുമുണ്ട്.
മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ നോക്കുക നമുക്ക്. ഡോക്ടർ സയ്യിദ് അബ്ദുൽ സത്താർ ഷാ സാഹിബ്, അദ്ദേഹം ഡോക്ടറായിരുന്നു, ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4-ാം ഖലീഫയുടെ ഉമ്മയുടെ ഉപ്പയുമായിരുന്നു. സമയം കൊടുക്കാറുണ്ടായിരുന്നു ജമാഅത്തിന് വേണ്ടി, തബ്ലീഗും ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഇപ്രകാരം വന്നിട്ടുണ്ട്. ഒരു ദിവസം പള്ളിയിൽ അദ്ദേഹം പള്ളിയിൽ ഒരു വ്യക്തിയെ തബ്ലീഗ് ചെയ്യായിരുന്നു. അവിടെ പള്ളിയിൽ ഓല എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു മണ്ണിൻ്റെ കലമുണ്ടായിരുന്നു. അതെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. അപ്പോൾ തല പൊട്ടിപ്പോയി. ഡോക്ടറായിരുന്നു അദ്ദേഹം, വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഡോക്ടറായിരുന്നു, പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തെ അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കായിരുന്നു. എന്നാൽ കൈ അവിടെ പിടിച്ച് രക്തം വാർന്നു പോകാതിരിക്കാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജ് വെച്ചു, തിരിച്ചു വന്നു. അപ്പോൾ അയാൾ കൈ കൂപ്പി മാപ്പ് പറയുകയായിരുന്നു, എന്നെ ഒന്നും ചെയ്യരുത്. അപ്പോൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നീ നിൻ്റെ പണി ചെയ്തു, എൻ്റെ തബ്ലീഗ് എനിക്ക് കേൾക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വ്യക്തി വളരെ പ്രഭാവിതനായി. ഇത്ര വലിയ ഡോക്ടറാണ്, സീനിയർ ഡോക്ടറാണ്, വളരെ റിസോഴ്സ്ഫുൾ പേഴ്സണാണ്, സ്വാധീനമുള്ള വ്യക്തിയാണ്. പോലീസിനെ വിളിച്ചിട്ട് എന്നെ ജയിലിലേക്ക് അടക്കാമായിരുന്നു, എന്നാൽ എനിക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു. എത്ര നല്ല ധാർമ്മികതയാണ്. അഹമ്മദികൾക്ക് നല്ല ധാർമ്മികത വേണം. അത് പിന്നെ അദ്ദേഹത്തെ ഭയത്തിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ അഹമ്മദികൾ സംസാരം കണ്ടിട്ടുള്ള അഹമ്മദികളായത് സ്വഭാവം കണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറായതിനു ശേഷം രോഗികളോട് നല്ല സ്വഭാവം കാണിക്കുകയാണെങ്കിൽ, പാവപ്പെട്ടവരെ സേവിക്കുകയാണെങ്കിൽ, നല്ല നിലയിൽ അവരെ ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഡോക്ടറുമാകും, നല്ല മുബല്ലിഗുമാകും, നല്ല അഹമ്മദിയുമാകും. ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് മസീഹ് ഇസ്ലാമിൻ്റെ സഹാബിയായിരുന്നു. അദ്ദേഹം ഒരു സിവിൽ സർജനായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ. ആ ദിവസങ്ങളിൽ സാലറി ഇപ്പം 400-500 എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള കാര്യമില്ല. പക്ഷേ ആ സമയത്ത് ഉള്ള 400-500 4-5 ലക്ഷം രൂപക്ക് തുല്യമായിരുന്നു. മസീഹ് ഇസ്ലാം എന്തെങ്കിലും പുസ്തകം ഇറക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തബ്ലീഗിന് വേണ്ടി എന്തെങ്കിലും ചന്തക്ക് വേണ്ടി പറയുമ്പോൾ, ആ സമയത്ത് ഈ ചന്തയൊന്നും വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ പ്രഖ്യാപനം ആഹ്വാനം നടത്തുമ്പോഴൊക്കെ അദ്ദേഹം ഒരുപാട് ചന്ത നൽകുമായിരുന്നു. മസീഹ് ഇസ്ലാമിന് പറയേണ്ടി വന്നിരുന്നു, താങ്കൾ ഒരുപാട് ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ത്യാഗം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജമാഅത്തിന് ഇസ്ലാമിന് വേണ്ടി മസീഹ് ഇസ്ലാമിന് ആവശ്യമുള്ളപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിഗതമായ ആവശ്യങ്ങൾ ഞാൻ മറന്നു പോകുന്നു, അതുകൊണ്ട് അദ്ദേഹം കൊടുക്കുമായിരുന്നു. മസീഹ് ഇസ്ലാം പറഞ്ഞു, താങ്കൾ ഒരുപാട് നൽകി, അതുകൊണ്ട് ഇനി കൈ നിയന്ത്രിക്കുക, കുറച്ച് സ്വന്തം കാര്യത്തിന് വെക്കുക. അപ്പം പറഞ്ഞു, ഇനി തരാത്ത വിധം അത്രമാത്രം താങ്കൾ തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖലീഫ സാനിയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഒരുപാട് സേവനം ചെയ്തു, ഡോക്ടർമാരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുമായിരുന്നു, അവരോട് സഹാനുഭൂതി കാണിക്കുമായിരുന്നു. പാവപ്പെട്ടവർ വന്ന് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ ഡോക്ടറെ കണ്ട്, ഒരു ഡോക്ടറെ കണ്ടാൽ തന്നെ പകുതി രോഗം മാറുമല്ലോ. നല്ല ഡോക്ടറെ കാണാൻ, നല്ലോണം ചിരിച്ച് സംസാരിച്ച് നല്ല ദയോട് പെരുമാറിയാൽ. എന്നാൽ നിങ്ങൾ മോശമായി രൂക്ഷമായി സംസാരിച്ചാൽ ഓടിപ്പോകും, ഉണ്ടായ രോഗവും വർദ്ധിക്കും. ഓക്കെ, അതുകൊണ്ട് ഡോക്ടർ ആകുമ്പോൾ വളരെ വിനീതനായി, വളരെ വിനയാന്വിതനായി പെരുമാറണം. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് ദരിദ്രരെ ശ്രദ്ധിക്കണം. അവരോട്, ധനികരോട് ചെറിയ ഫീസ് മാത്രം വാങ്ങിക്കുക. ഓക്കെ, അങ്ങനെ തബ്ലീഗ് നടക്കും. അതുപോലെ തന്നെ അത് നിശബ്ദ തബ്ലീഗായിരിക്കും. അത് നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അത് അള്ളാഹുവിനും ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ ദരിദ്രരെ സഹായിക്കുന്നു, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ജമാഅത്തിനെ സേവിക്കുന്നു, അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തുന്നു, ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ജീവിത മാർഗവും ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട ഹുസൂർ, ലോകത്ത് അനീതിക്കെതിരെ എങ്ങനെ ശബ്ദമുയർത്താം, മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെ പിന്തുണക്കാം, നമ്മുടെ കഴിവിനെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് പറ്റുന്നത്ര ഞാനും പോകുന്നു, പലവിടങ്ങളിലും സന്ദേശങ്ങൾ എത്തിക്കുന്നു, നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങളും ചെയ്യുക. ഞാൻ നിങ്ങളുടെ അമേരിക്കയിലും പോയിരുന്നു. അവിടെ ക്യാപിറ്റൽ ഹില്ലിൽ എനിക്ക് ചെറിയ അവസരം കിട്ടിയപ്പോൾ അവിടെയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു സെൻറ്റർ പിന്നീട് എന്നെ കണ്ടു. അതിനുശേഷം എന്നോട് പറഞ്ഞു, താങ്കൾ വളരെ സൗമ്യമായി സമാധാനപരമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ നല്ല കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് ആവശ്യമുള്ള കാര്യങ്ങളുമാണ്, എന്നാൽ താങ്കളിൽ ഞങ്ങൾ കാര്യങ്ങൾ കേട്ട് നന്നായി ബോധിച്ചു, എന്നാൽ അതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതാണ് പറ്റാത്തത്, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഇത് ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്തിന്. നോക്കുക, അവർക്ക് രാഷ്ട്രീയപരമായ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാവും, അതുകൊണ്ട് അവർ അതിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഇന്നത്തെ കാലത്ത് ലോബി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ധനം ചെലവഴിച്ച് ഒരു ആഡംബര സൗകര്യങ്ങളും യാത്രകളും ഒക്കെ സജ്ജീകരിച്ചിട്ട്, അതുപോലെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പാദ്രിമാരെ ഡോക്ടർമാരെയും പൊളിറ്റീഷ്യൻസൊക്കെ വിളിച്ചിട്ട്
അവർക്ക് വോട്ട് ബാങ്കാക്കി മാറ്റുന്നു. ഹോട്ടലിലും അറേഞ്ച്മെൻറ്റും വലിയ ലക്ഷ്വറി ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നു. ഇങ്ങനെ നീതി സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തണം. അള്ളാഹു പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് ജസ്റ്റിസ്, കേവല നീതി നടപ്പിലാകണം, പൂർണ്ണമായി നീതി സ്ഥാപിതമാകണം. അപ്പോൾ മാത്രമേ ലോകത്ത് സമാധാനം സംസ്ഥാപിതമാകുകയുള്ളൂ. പ്രതികാരം മോഹം ഉണ്ടാകരുത്. ഒരിക്കലും തന്നെ ഒരാൾക്ക് ഒരു നയം, മറ്റൊരാൾക്ക് മറ്റൊരു നയം, അങ്ങനെ ഇരട്ടത്താപ്പ് പാടില്ല. ഇക്വാലിറ്റി, സമത്വം വേണം, സമതുല്യത വേണം. അപ്പോൾ മാത്രമേ ലോകത്ത് ശാന്തി സമാധാനം സ്ഥാപിക്കൂ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അള്ളാഹു ആഗ്രഹിച്ചാൽ നടക്കും. നമുക്ക് കഴിവ് എത്രയുണ്ടോ നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ പരിസരത്തിൽ, ചുറ്റുപാടിൽ, നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ളവർ, അവരിലേക്ക് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഹുസൂർ ജസാക്കല്ലാ. കുറച്ച് ഷിയാക്കൾ പറയുന്നത് അഹ്ലെ ബൈത്തും ആലെ റസൂലിനും ഖിലാഫത്തെ റാഷിദക്കും മേൽ മുൻഗണന നൽകുന്നു. ഇതിനെക്കുറിച്ച് പറയാമോ? ഖിലാഫത്തിന് മാത്രമേ, നുബുവത്തിന് മേലും അവർ മുൻഗണന നൽകുന്നുണ്ട്, നബിയുടെ കുടുംബത്തിന്. ഷിയാക്കൾ ചിലവർ പറയുന്നതാണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് തെറ്റുപറ്റി നുബുവത്ത് ഇറക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിലായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് പറ്റിയിട്ടാണ് നുബുവത്ത് ഇറക്കിയെന്ന് പറയുന്നവരുണ്ടല്ലോ. അങ്ങനെ അഭിപ്രായമുണ്ടല്ലോ അവർ. അപ്പം നമ്മൾ എന്താണ് പറയുന്നത്? ജിബ്രീൽ തെറ്റ് പറ്റിയോ? അള്ളാഹ്ക്ക് തെറ്റ് പറ്റിയോ? ഈ ചോദ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റസൂലുള്ളാഹിന്റെ കുടുംബത്തോട് മാത്രമുള്ള കാര്യമല്ല. ഷിയാക്കളുണ്ട്. ആദ്യം 3 ഖലീഫമാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അവരെ എല്ലാവരും വ്യാജ ഖലീഫമാരെന്ന് പറയുന്നു. ഹദ്റത്ത് അലി മാത്രമാണ് ആദ്യത്തെ ഖലീഫ എന്ന് പറയുന്നു. ചോദ്യം ഇതാണ് ഉന്നയിക്കേണ്ടത്. ഖിലാഫത്തെ റാഷിദയുടെ കാലത്ത് മട്ടത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നവർ, കലാപകാരികൾ ഉയർത്തിയ ചോദ്യമാണിത്. അതിനുശേഷം ഫിത്ന വർദ്ധിച്ചു വന്നു. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് അഹ്ലെ ബൈത്തിന് മറ്റുള്ളവർക്ക് മേൽ മുൻഗണന നൽകണമെന്ന് അവർ തെറ്റിയായി വ്യാഖ്യാനിക്കുന്നു. അള്ളാഹു പറഞ്ഞത് എന്താണ്? എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ വാക്കുകളെ പോലെ കേൾക്കണം എന്ന് പറഞ്ഞു. അതവർ തെറ്റിദ്ധരിപ്പിക്കുകയും ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തുടക്കം മുതലേ ഉള്ളതാണ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുന്നു. നോക്കുക, നമ്മുടെ ഇവിടെ ഒരു കുടുംബമുണ്ട്, അതിലൊരു യുവാവുണ്ട്. അദ്ദേഹം ഷിയ ആയിരുന്നു, വളരെ പക്ക ഷിയ ആയിരുന്നു, വളരെ കർക്കശമായിട്ടുള്ള ഷിയ ആയിരുന്നു. അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. കുറച്ച് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹമ്മദിയായി. ഷിയ ആയിരുന്നു മുമ്പ്. മാതാപിതാക്കൾ അദ്ദേഹത്തെ കൈവിട്ടു. അദ്ദേഹം നല്ല വിദ്യാസമ്പന്നനാണ്, ജോലി ചെയ്യുന്നു, യൂറോപ്പിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഫ്രാൻസിൽ. നീ അത് ചെയ്തില്ല, ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ മാതാപിതാക്കൾ പറയുന്നു. നിങ്ങൾക്ക് യഥാർത്ഥ സത്യം അറിയില്ലെന്ന് അദ്ദേഹം മാതാപിതാക്കൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഞാൻ അനുസരിച്ചെന്ന് പറയുന്നു. അപ്പോൾ അവർ ഖലീഫ റാഷിദീങ്ങളെയും നിരാകരിക്കുന്നു. മസീഹ് ഇസ്ലാം പറഞ്ഞെന്താണ്? എല്ലാ ഖലീഫമാരെയും ഖലീഫ റാഷിദീങ്ങളെ അംഗീകരിക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കറിന് പ്രത്യേക സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ ഹദ്റത്ത് ഉമറിനും പ്രത്യേക സ്ഥാനമുണ്ട്. ഹദ്റത്ത് അലി എന്താണ് പറഞ്ഞത്? നോക്കുക, യുദ്ധാവസരങ്ങളിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കഴിഞ്ഞ ഖുതുബകളിലും ഒക്കെ പറഞ്ഞു, നിങ്ങൾക്ക് അപ്പോൾ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഖുതുബകൾക്ക് നൽകുന്നത്. ഏറ്റവും അപകടകരമായ സ്ഥലത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ആരായിരുന്നു നിന്നിരുന്നത്? അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായത്, എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നില്ല, അബൂബക്കർ എത്തിയ സ്ഥലത്ത് പോകാൻ പറ്റുന്നത്. ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു സ്വയം സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണിത്. അതുകൊണ്ട് ചരിത്രം വായിക്കുക, അതുകൊണ്ട് തർക്കിച്ചേണ്ട കാര്യമില്ല. ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു നമ്മൾ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. അത് ഇമാം ഹസനെയും ഹുസൈനെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അവർക്കും അവരുടെ സ്ഥാനമാനങ്ങളുണ്ട്. മസീഹ് ഇസ്ലാം എന്താണ് പറഞ്ഞത്? യസീദ് പലീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്മാരെ വധിച്ചുകൊണ്ട് വലിയ അതിക്രമം ചെയ്തു എന്നാണ്. യസീദ് പലീദ് അശുദ്ധനായ നീചനായ യസീദ് എന്നാണ് പറഞ്ഞത്. ഹദ്റത്ത് ഉമർ, ഹദ്റത്ത് ഉസ്മാൻ ശരിയായ ഖലീഫമാരല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഖാരിജികൾ ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിന് ശേഷമാണ് ഈ ഫിത്നക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം പറഞ്ഞത് ഹദ്റത്ത് ഉസ്മാൻ്റെ പ്രതികാരം വീട്ടാത്തിടത്തോളം ഹദ്റത്ത് അലിയെ സ്വീകരിക്കില്ല. ഹദ്റത്ത് അലിക്ക് എതിരെ അവർ കലാപം സൃഷ്ടിച്ചു. ഹദ്റത്ത് ആയിഷയും എന്നെതിരെ തിരിച്ചു. ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇസ്ലാമിൽ ഭിന്നിപ്പിന് തുടക്കമെന്ന ഖലീഫ സാനിയുടെ പുസ്തകം വായിച്ചു നോക്കുക. അത് ഉറുദു അറിയില്ലേ? അതിൽ വളരെ വിശദീകരിച്ച് ചരിത്രം എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. വലിയ പുസ്തകമൊന്നുമല്ല, അത് ചെറിയ പുസ്തകമാണ്, പെട്ടെന്ന് വായിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഹദ്റത്ത് അലീനെ കുറിച്ചുമുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്.
അതും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ബാക്കിയുള്ളത് എന്താണ്? അള്ളാഹു അവരെ ഖലീഫ റാഷിദീങ്ങൾ സച്ചരിതരെ ഖലീഫമാരെ ആക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിവേദനങ്ങളും അവരെ കുറിച്ചുണ്ട്. എൻ്റെ സുഹൃത്ത് റഫീഖിനെ അബൂബക്കറിനെ എന്തിന് നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്ന് റസൂൽ ചോദിച്ചിട്ടുണ്ട്. ഖുർആനിൽ എന്താ പറയുക? ഇന്നല്ലാ മാന എന്നാണ് ആ സൗർ ഗുഹയിൽ പറഞ്ഞത്. അതായത് അതത് അബൂബക്കറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അലിയല്ല കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അവർ ഷിയാക്കൾ പറയുന്നത് അതിർത്ത് അലിയെ കാട്ടിൽ കിടത്തി മരിക്കാൻ വേണ്ടി വിട്ടിട്ട് റസൂലുള്ള അബൂബക്കറുമായി പോയെന്നാണ് പറഞ്ഞത്. അവരുടെ കാര്യങ്ങളൊക്കെ പോവുക. അലീനെ ആരും വധിച്ചില്ലല്ലോ. അദ്ദേഹത്തെ നോക്കി എന്നിട്ട് തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ അലിയും ഹിജ്റത്ത് ചെയ്ത് പോയില്ലേ. എന്നാൽ അപകടകരമായ സന്ധികളിൽ ആരാണ് ഉണ്ടായിരുന്നത്? റസൂലുള്ളാഹിയുടെ ഒപ്പം അബൂബക്കറായിരുന്നു കൂടി ഉണ്ടായിരുന്നത്, സന്തത സഹചാരിയായിരുന്നു. ഇതുപോലെ ഒരുപാട് വാദമുഖങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കുക, മനസ്സിലാക്കുക, തിരഞ്ഞു അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജമാഅത്തിൻ്റെ സാധ്യതകൾ വായിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഖുതുബകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണെങ്കിൽ ഇതിന് മറുപടിയൊക്കെ അറിയും. ഈ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ഇത് നോക്കൂ, ഇദ്ദേഹം ഹിസ്റ്റോറിയൻ ആകുമ്പോൾ അല്ലേ, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് ഖുതുബയിൽ. പ്രിയപ്പെട്ട ഹുസൂർ, ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങനെയാണ് ജമാഅത്തിനും ലോകത്തിനും മുമ്പാകെ ഒരു ഉന്നത മാതൃകയാകും നല്ലൊരു ഭാവി ലോകത്തിന് വിവാഹം ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കാൻ ചെയ്യുക? മനുഷ്യകുലത്തിന് എങ്ങനെ ശുഭ ഭാവി ഉണ്ടാക്കുക? എങ്ങനെയാണ് ശുഭ ഭാവി ഉണ്ടാക്കുക എന്നല്ലേ? എന്താണ് മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ഖുതുബ ഞാൻ നൽകിയത് മാതൃകയെക്കുറിച്ചാണ്. ബയ്യത്തിൻ്റെ നിബന്ധനകൾ നിങ്ങൾ പാലിക്കുക, അത് തന്നെയാണ് മാതൃക. അങ്ങനെയാണ് ജമാഅത്തിലേക്ക് ആളുകൾ വരുന്നത്. ഒരുപാട് പേര് എനിക്കും എഴുതുന്നുണ്ട്, എന്നോട് വന്നിട്ട് പറയുന്നുണ്ട്, അഹമ്മദികളെ കണ്ടിട്ട് അവരുടെ പെരുമാറ്റം കണ്ടിട്ടാണ് ഞങ്ങൾ അഹമ്മദികളായത്. ലിറ്ററേച്ചറൊക്കെ പിന്നെയാണ് വായിച്ചത്. ഇവിടെയും വരാറുണ്ട്, എന്നെ വിസിറ്റ് ചെയ്യാറുണ്ട്. ചിലർ എന്നെ വന്ന് കണ്ട് എൻ്റെ വാക്കുകളും കേട്ട് പോയിട്ട് ബയ്യത്ത് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു താങ്കളിൽ നിന്ന് കേട്ടതനുസരിച്ചാണ് ഞങ്ങൾ ബയ്യത്ത്. ഞാൻ അവർ തബ്ലീഗ് ചെയ്യാറില്ല. മസീഹ് ഇസ്ലാമും പറഞ്ഞ് ഇത് തന്നെയാണ്. കഴിഞ്ഞ ഖുതുബയിലും ഞാൻ തന്നെ ഇത് തന്നെയാണ് ആവർത്തിച്ചത്. ദാവത്തിലുള്ളതിനെക്കുറിച്ച്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ച് 2-3 ആഴ്ച മുൻപ് പറഞ്ഞു. അതിൽ പറഞ്ഞത് മാതൃക നിങ്ങൾ നിലനാട്ടണമെന്നാണ്. നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കണം. അപ്പോൾ വെറും ഭാഷ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, വലിയ വ്യത്യാസമൊന്നും വരുത്താൻ സാധിക്കില്ല. മാതൃകയാണ് പ്രധാനം. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാതൃക കാണിക്കുമ്പോൾ ഇതാണ് ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനം, ഇതാണ് മാതൃക എന്ന് പറയുമ്പോൾ ആണ് കാര്യം സാധ്യമാകുക. മസീഹ് ഇസ്ലാം പറഞ്ഞെന്താണ്? മൗലിമാർ ഘോരഘോരം പ്രസംഗിക്കുന്നു, എന്നാൽ അവരുടെ വീട്ടിൽ പോയി നോക്കുക, അവരുടെ വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതുകൊണ്ട് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് മേൽ പ്രഭാവം ചെലുത്തുന്നില്ല, നിങ്ങൾ അവരുടെ യാഥാർത്ഥ്യം കാണുകയാണെങ്കിൽ. ഇതേ അവസ്ഥയാണ് നിങ്ങളുടേത് എങ്കിലും നിങ്ങൾക്കും മറ്റുള്ളവർക്കും മേൽ ഒരു പ്രഭാവം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രവർത്തനം മാതൃക ഉണ്ടാകണം. ഒരു സംഭവം ഹദ്റത്ത് മസീഹ് ഇസ്ലാം എഴുതിയിട്ടുണ്ട്. ഒരു മൗലവിയെ കുറിച്ചിട്ട് വലിയ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണം, ധനത്യാഗം ചെയ്യണം എന്നൊക്കെ പ്രഭാഷണം നടത്തി, ദീനിനെ സേവിക്കണം എന്ന പ്രഭാഷണം നടത്തി. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് കേട്ടിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു വീടുണ്ടായിരുന്നത്. അത് കേട്ട് വീട്ടിൽ പോയപ്പോൾ വേഗം സ്വർണ്ണ വളകളെ കൂരി കൊടുത്ത് ചന്ത കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ദീനിന് വേണ്ടി ത്യാഗത്തിന് വേണ്ടിയിട്ട് പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആളുകളെ ആവശ്യം കൊള്ളിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഇത് നിന്നോടല്ല പറഞ്ഞത്. ഇതൊക്കെ എടുത്തു വെക്കുക, ഇതൊക്കെ നമുക്ക് സ്വരുക്കൂട്ടേണ്ട ആവശ്യമല്ലുള്ളത്. ഈ മൗലിമാരുടെ എന്ത് പ്രഭാവം ജനങ്ങളിൽ ഉണ്ടാകാനാണ്? നമ്മുടെ ത്യാഗങ്ങൾ നോക്കുക. നമ്മൾ കഴിവനുസരിച്ച് ചെയ്യുന്നു. ഞാനും ചെയ്യാറുണ്ട്, നിങ്ങളും ത്യാഗം ചെയ്യാറുണ്ട്, എല്ലാവരും പരസ്പരം ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല മാതൃക കാണിക്കുമ്പോൾ മറ്റുള്ളവരിൽ അത് പ്രാധാന്യം ചെലുത്തുന്നു. ഓക്കെ, നോക്കുക. ഓക്കെ, അല്ലാഹ് ഹാഫിസ്. ഈ മുലാഖാത്തിന് ശേഷം ഖാദിമീങ്ങൾക്ക് ഹുസൂറുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഒരു ദിവസം മുമ്പായിരുന്നു ഹുസൂർ ജൽസ സാലാന 130-ാം വാർഷികം ഖാദിയാനിൽ വെച്ച് നടന്നതിൽ സമാപന പ്രഭാഷണം നിർവഹിച്ചത്. അതിൽ ഹുസൂർ കൺക്ലൂഡിംഗ് സെഷൻ മിർസ മസ്റൂർ ഹാൾ ഇസ്ലാമാബാദ് UK വെച്ചാണ് അതിൻ്റെ അധ്യക്ഷം വഹിച്ചത്. 13,000 പേർ ഖാദിയാനിൽ ജൽസയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ ഹുസൂർ തിരുമനസ് ജൽസ സാലാനയുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ബയ്യത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പോഴുള്ള അടിയന്തര ആവശ്യങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. ആളുകൾ ചോദിക്കുന്നു, ദൈവവുമായിട്ടുള്ള സാമീപ്യം ബന്ധം എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അള്ളാഹുമായിട്ടുള്ള സാമീപ്യം എങ്ങനെയാണ് നേടാൻ? മസീഹ് ഇസ്ലാം പറഞ്ഞതുപോലെയാണ് നേടാൻ സാധിക്കുക. മസീഹ് ഇസ്ലാമിന് നമ്മൾ ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. ബയ്യത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിനെ സ്തുതിക്കാൻ അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിനെ സ്തുതിക്കുകയാണെങ്കിൽ, അവൻ്റെ ഔദാര്യങ്ങളെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് സ്വയമേവ ലഭിക്കുന്നതാണ്.
അതുകൊണ്ട് അടിസ്ഥാന കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇതാണ്. തുടർന്ന് മസീഹ് ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ എന്നോട് ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഓർക്കുക, ശാരീരിക ദുരാവേശങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആർക്കും തന്നെ ദൈവസൃഷ്ടിക്ക് പൊതുവായും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റ് ഏത് പ്രകാരത്തിലോ അന്യായമായ യാതൊരു ക്ലേശവും ഉണ്ടാക്കാൻ പാടില്ല. അത് നിങ്ങളുടെ മനസ്സാ വാച കർമ്മന് നിങ്ങൾ അങ്ങനെ ഒരു ക്ലേശവും ചെയ്യരുത് എന്ന് പറഞ്ഞു. 5ാമത്തെ ബൈത്ത് ഇതാണ്: സന്താപാവസ്ഥയിലും സന്തോഷവേളകളിലും സുഖത്തിലും കഷ്ടപ്പാടിലും അനുഗ്രഹലബ്ധിയിലും ആപൽഘട്ടത്തിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്നതും ദൈവഹിതത്തിൽ സംതൃപ്തനായിരിക്കുകയും ചെയ്യുന്നതാണ്. ദൈവമാർഗത്തിൽ എല്ലാ വിധത്തിലുള്ള മാനഹാനിയും ക്ലേശങ്ങളും വരിക്കുവാൻ സന്നദ്ധനായിരിക്കുന്നതാണ്. എന്തു തന്നെ വിപത്ത് നേരിട്ടാലും മുഖം തിരിച്ചു കളയാതെ മുമ്പോട്ട് കാൽ വയ്ക്കുന്നതാണ്. അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ ഇതാണ് നമ്മുടെ ബയ്യത്തിൻ്റെ നിബന്ധനകൾ. 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ ജമാത്തിൽ പ്രവേശിക്കുന്നു എല്ലാ വർഷവും. ജന്മന അഹമ്മദികളുടെ പൂർവികർ ബയ്യത്ത് ചെയ്തിട്ട് വന്നവരാണ്. എന്നാൽ അവർ എല്ലാ വർഷവും ബയ്യത്ത് പുതുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ബയ്യത്തിന് നിബന്ധനകളിലുള്ള നിബന്ധനകൾ പാലിക്കുമ്പോൾ, നിങ്ങൾ പലരും പറയുന്നു നിങ്ങളുടെ മുമ്പിൽ ബയ്യത്തിൻ്റെ നിബന്ധനകളില്ല. ബയ്യത്തിൻ്റെ നിബന്ധനകളെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബയ്യത്തിൻ്റെ നിബന്ധനകൾ എപ്പോഴും മുമ്പിൽ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് പുനർവായന നടത്തിക്കൊണ്ടിരിക്കണം. ഒരുപാട് പേര് എനിക്ക് കത്ത് എഴുതാറുണ്ട്. അവർ ബയ്യത്തിൻ്റെ നിബന്ധനകൾ വീട്ടിൽ തൂക്കിയിട്ടുണ്ട്, അവർ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് എഴുതുന്നു. അങ്ങനെ തൂക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കൽ നടന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ബയ്യത്തിൻ്റെ നിബന്ധന എന്താണെന്ന് അത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ സംസ്കരണത്തിനും അവസരം ലഭിക്കും, ആത്മസംസ്കരണം നടക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് യഥാർത്ഥ അഹമ്മദി മുസ്ലിം ആകാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബയ്യത്തിൻ്റെ അടിസ്ഥാന നിബന്ധനകൾ എങ്ങനെയാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്, നമുക്ക് അങ്ങനെ ബോധവാന്മാരാകാൻ സാധിക്കും. എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എപ്പോഴും ക്ലേശങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകണം. എന്ത് പ്രയാസം വന്നാലും, എന്ത് പരീക്ഷണ ഘട്ടമുണ്ടായാലും, എന്ത് ആപത്ത് വന്നാലും അള്ളാഹുവിൽ നിന്നും ഒരിക്കലും തന്നെ മുഖം തിരിക്കുന്നവരായി മാറരുത്. ഖാദിയാൻ ജൽസയുടെ അവസാനത്തിൽ ഹുസൂർ തിരുമനസ് ദുആ ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിച്ചു. അതിനുശേഷം ഹുസൂർ തിരുമനസ് ഒരു ടൂർ നടത്തി ജൽസയിൽ പങ്കെടുത്ത് അവിടെയുള്ളവരെ സന്ദർശിച്ചു. जो खिलाफत के दामन को थामे रहे, रहमतों की कबाएं भी पा जाएंगे, उसकी रस्सी को मजबूत पकड़ेंगे जो, नुसरतों की रिदाएं भी पा जाएंगे, नुसरतों की रिदाएं भी पा जाएंगे, है उसी का ये फज़्लो करम दोस्तों, आगे बढ़ते रहो दम बदम दोस्तों. 24 ഡിസംബർ ബുധനാഴ്ച ജാനറ്റ് ഡെലീസ് ഹൈ ഷെരീഫ് ഗ്ലുമോഗൻ സൗത്ത് വെയിൽ ഹുസൂറിനുമായി ഇസ്ലാമാബാദിൽ വെച്ച് മീറ്റിംഗ് നടത്തി. നവംബറിൽ അവർക്ക് ഹുസൂറിനെ കാർഡിഫ് വിസിറ്റിൻ്റെ സമയത്ത് ബൈത്തുർ റഹ്മാൻ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് കാണാൻ സാധിച്ചിരുന്നു. ഇസ്ലാമാബാദിൻ്റെ സമാധാന അന്തരീക്ഷത്തെക്കുറിച്ച് അവർ പറഞ്ഞു. ഇവിടെ നിങ്ങൾ വളരെ സമാധാന അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾ വളരെ സൗഭാഗ്യവാന്മാരാണ്. ഇത് സിറ്റിയിൽ നിന്നും അകന്ന് നിന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ വളരെ സമാധാനവും ശാന്തിയുമുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷനും ഇവിടെ കുറവാണ്. ഓക്കെ, യെസ്, ശരിയാണ്. ഒരുപാട് വെല്ലിഷ് മീഡിയം സ്കൂളുകളുണ്ട് അവിടെ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല, ഇംഗ്ലീഷിൻ്റെ ഓടൊപ്പം വെലിഷ് ഭാഷയും പഠിക്കുന്നുണ്ട്. ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട് വെലിഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. കാർഡിഫിൽ അവർ ഇംഗ്ലീഷിൻ്റെ കൂടെ തന്നെ വെലിഷും കൂടി പഠിക്കുന്നു. 2 ഭാഷയും അതുപോലെ ഫാമിലി ഭാഷ അവർ സംസാരിക്കുന്നു, ഉറുദു. ഇത് അങ്ങനെയല്ലേ കൾച്ചർ സംരക്ഷിക്കപ്പെടുക. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജമാഅത്തുകളോട് പറയുന്നത് അവർ സ്വന്തം ഭാഷ പഠിക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാനും മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. ഒരുപാട് പേര് ഇവിടെ ജനിച്ചവരാണ്, അവർക്ക് അവരുടെ സ്വന്തം ഭാഷ അറിയില്ല. ഒരു പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിവിടെ താങ്കൾക്ക് വേണ്ടി. ആ പുസ്തകത്തിൽ ഒരുപാട് വെല്ലീസിൻ്റെ പിക്ചറുകളും ഫോട്ടോകളും ഉണ്ട്. അതിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ വെലിഷ് ഭാഷയിലും എഴുതിയിട്ടുണ്ട്. വെലിഷ് ഭാഷയിൽ ഒരു വാക്കുണ്ട്, ഞാനത് കണ്ടിരുന്നു.
അതിൻ്റെ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണല്ലോ. ഇംഗ്ലീഷ് എഴുതും, പക്ഷെ ഉച്ചാരണം വ്യത്യസ്തമാണല്ലോ. YO ആണ്, UI ആണ്, അങ്ങനെയാണല്ലോ. അതെ അതെ, YE എന്ന് ഉച്ചരിക്കും. ശരിയാണ്. UI ആണല്ലേ. യും U ആണ്. അതെ അതെ, വളരെ ടഫാണല്ലേ. അത് ശരിയാണ്. വളരെ സുന്ദരമായ ഭാഷയാണ്. അത് ഇംഗ്ലീഷിനേക്കാളും വളരെ പഴയതാണ്. ഇന്ത്യയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വന്ന് യൂറോപ്പിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് ഇൻഡോ യൂറോപ്യൻ ആണ് അത്, ആ ഭാഷ, വെലിഷ് ഭാഷ. ഈ ഇംഗ്ലീഷിനേക്കാളും 600 വർഷം പുരാതനമാണ് ഈ ഭാഷ. ഓക്കെ, വെലിഷ് ഇംഗ്ലീഷിനേക്കാൾ 600 വർഷം പഴക്കമുള്ളതാണോ? അതെ അതെ. താങ്ക് യു ഇവിടെ വന്നതിന്. ഇതാണ് താങ്കൾക്കുള്ള ഗിഫ്റ്റ്. നന്ദി. മീറ്റിങ്ങിന് ശേഷം ഹുസൂർ ഖുർആൻ്റെ ഒരു കോപ്പി ഗിഫ്റ്റായി നൽകി. താങ്ക് യു. ഈ മെമ്മറി എൻ്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാർഡിഫിൽ കണ്ടിരുന്നു ഞാൻ. അവിടെ ഒരുപാട് 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. വൈകുന്നേരം ഭക്ഷണം ഒരുമിച്ച് കഴിച്ചപ്പോൾ ഞാൻ അടുത്തിരുന്നു. ഒരു ചെറിയ മുറിയിലും ഒരുമിച്ച് മീറ്റിംഗ് നടത്തിയിരുന്നു. പക്ഷെ അതുപോലെയല്ലേ ഇത്. ഞാനിത് ഇൻഡിവിജ്വൽ മീറ്റിംഗ് എനിക്ക് നടത്താൻ പറ്റി. വളരെയധികം സൗഭാഗ്യവതിയായി എന്നെ കണക്കാക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ അഭിമുഖം നടത്താൻ സാധിച്ചു. ചില ഹുസൂറിൻ്റെ കഴിഞ്ഞ ആഴ്ചയുള്ള പ്രവർത്തനങ്ങളുടെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ആണ് നമ്മൾ കണ്ടത്. ഇനി ഫ്രൈഡേ സർമൺ കാണാം. ഇന്നത്തെ ഫ്രൈഡേ സർമണിൽ ഹുസൂർ പറഞ്ഞ വിഷയം മസീഹ് ഇസ്ലാമിൻ്റെ അള്ളാഹുവിനോടുള്ള സ്നേഹാദരങ്ങളെക്കുറിച്ചായിരുന്നു. ആ ഖുതുബയുടെ അവസാനത്തിൽ ഹുസൂർ തിരുമനസ് ന്യൂ ഇയറിൻ്റെ തുടക്കത്തിൽ ദുആക്ക് വേണ്ടി പറയുകയുണ്ടായി. പ്രത്യേകിച്ച് തടവിലായവർക്കും അതുപോലെ തന്നെ പ്രയാസത്തിലുള്ളവർക്കും. ഇന്നലെ മുതൽ പുതിയ വർഷം തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും പരസ്പരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദുആ ചെയ്യുക. ഈ വർഷം നമുക്ക് അളവറ്റ അനുഗ്രഹങ്ങളുടെ വർഷമാക്കി തീർമാറാകട്ടെ. അള്ളാഹു ശത്രുക്കളുടെയും എതിരാളികളുടെയും പദ്ധതികൾ പൊളിക്കുമാറാകട്ടെ. ജമാഅത്തിന് ദിനം പ്രതി അഭിവൃദ്ധി നൽകുമാറാകട്ടെ, പൂർവോപരി അഭിവൃദ്ധി നൽകുമാറാകട്ടെ. നമ്മൾ ഇവിടെ പുറത്ത് സ്വതന്ത്രരായി ജീവിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ പുതിയ വർഷം കൊണ്ടാടുന്നു. പാകിസ്ഥാനിലും കൊണ്ടാടുന്നുണ്ട്. എന്നാൽ പലരും പാകിസ്ഥാനിൽ ജയിലിലാണുള്ളത്. അങ്ങനെ അസീറായിട്ടുള്ള ജയിൽ തടവിലായിട്ടുള്ളവരെ ദുആയിൽ ഓർക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മുബാറക് സാനി സാഹിബിന് അദ്ദേഹത്തിനും ജീവപര്യന്തം തടവ് വിധിക്കപ്പെട്ടു. അവരൊക്കെ തടവറയിലാണുള്ളത്. ഈ സമയത്ത് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അവർക്കൊരു പരാതിയുമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ ഈ കൂച്ചുവിലങ്ങ് അണിഞ്ഞിരിക്കുന്നത്. അള്ളാഹു പെട്ടെന്ന് അവർക്ക് ജയിൽ മോചനം സാധ്യമാക്കുമാറാകട്ടെ. നമുക്കും അതുപോലെ തന്നെ ഈ ജയിലിൽ അടക്കപ്പെട്ടവരും മറ്റ് പ്രയാസത്തിനുള്ള എല്ലാ അഹമ്മദികൾക്കും വേണ്ടിയും അവർക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഈ പ്രയാസഘട്ടങ്ങളിൽ നിന്നും നമുക്ക് ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകരുത്. മുമ്പത്തേക്കാൾ കൂടുതലുള്ള ദൈവസ്നേഹമുള്ളവരായി നമ്മൾ മാറണം. അതുപോലെ തന്നെ മർദ്ദിതർക്ക് വേണ്ടിയും മർദ്ദകരിൽ നിന്നും അവരുടെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുക. ലോകത്ത് സമാധാനം സ്ഥാപിതമാകാൻ ദുആ ചെയ്യുക.